ആരോടും പറയില്ല എന്ന് വാക്ക് തന്നതല്ലേ, എന്നിട്ട് നീ തന്നെ അത് തെറ്റിച്ചു. ഗോപി, മനഃപൂർവ്വം അല്ല. നിന്റെ ശരത്ത് മാഷ് മരണം വരെ ഭ്രാന്താലയത്തിൽ കിടക്കേണ്ടി വരുമെന്ന് കേട്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി. ഈ ശരത്ത് മാഷ് നിന്റെ ആരാ? ആങ്ങളെയാണോ? അല്ലല്ലോ. എടി, ഒരു ബന്ധമില്ലാത്ത അയാൾ മരിച്ചാ പോലും കൂട്ടുകാരിക്ക് കൊടുത്ത വാക്ക് നീ തെറ്റിക്കാമോ? പറയടി. ഇല്ല, ഞാനത് പറയാൻ പാടില്ലായിരുന്നു. പിന്നെ എന്തിനു നീ അത് പറഞ്ഞു? അതാ എനിക്ക് അറിയേണ്ടത്. അത് മധുസാറ് നിർബന്ധിച്ചപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഇതാണ് സത്യം. കാമുകൻ ചോദിച്ചപ്പോ കൂട്ടുകാരിയുടെ ഹൃദയ രഹസ്യം ചുമ്മാ കൂളായിട്ട് അങ്ങ് എടുത്തു കൊടുത്തു. നിന്നെയൊക്കെ എങ്ങനെയാടി വിശ്വസിക്കുന്നത്? ഗോപി, ഞാൻ ചെയ്ത തെറ്റായി പോയി. എന്ത് ശിക്ഷ തന്നാലും അധികം ആവില്ല. ഇനി മേലിൽ നീയുമായി ഒരു ബന്ധവും എനിക്കില്ല. അതാ ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. അയ്യോ ഗോപി, അത്രയ്ക്കൊക്കെ വേണോ? എന്നെ നീ വെറുക്കരുത് പ്ലീസ്. ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. ഗോപി, ഞാനത് പറഞ്ഞതുകൊണ്ട് നിനക്കൊരു ദോഷവും വരില്ലെന്ന് മധുസാർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കില്ല. കൂട്ടുകാർക്ക് വേണ്ടി ഹൃദയം പോലും കൊടുക്കുന്നവരാ മധുവും ജിമ്മിയും. നിന്നെ പോലെ അല്ല. ശരത് മാഷി പറയുന്നത് എന്തോ അവര് ചെയ്യും, എനിക്ക് ഉറപ്പാ. മിക്കവാറും ഇന്ന് തന്നെ ഏട്ടന്റെ അടുത്ത് വിവരം എത്തും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. നീ മിണ്ടരുത്. ഗോപി, ഞാൻ അത്രയ്ക്കൊന്നും നിന്ന് മോങ്ങാതെ എന്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ. എനിക്ക് നിന്നെ കാണണ്ട. എന്നോട് വഴക്കിടരുത്. പോവാനാ പറഞ്ഞത്. ശരി, പക്ഷെ ഞാൻ നാളെയും വരും. എനിക്ക് കാര്യം ഞാൻ തല്ലി ഓടിക്കും. എന്നാലും വരും. ഒന്ന് പോടി. അയ്യോ, അത് ചതിയായി പോയല്ലോ. പക്ഷേ ശരത് മാഷ് ശല്യമൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഗോപിയുടെ തെറ്റിദ്ധാരണ. ശരത്ത് ബേസിക് ആയിട്ട് നല്ലവനാ. പക്ഷേ അവനിപ്പോ പ്രേമത്തിൽ പരാജയപ്പെട്ടിരിക്കുക. അല്പമെങ്കിലും ആണത്തും ബാക്കിയുണ്ടെങ്കിൽ അവൻ തിരിച്ചടിക്കും. കുഴപ്പാവോ അച്ചു? ആ, ആകുമെന്ന് തന്നെ കരുതുക. എന്തായാലും ഒരു പ്രിക്കോഷൻ നമുക്കും എടുക്കാമല്ലോ. എന്തായാലും വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല, ഒരു കാര്യം പറയാൻ വിട്ടു. കഴിഞ്ഞ രാത്രി സെല്ലിൽ വിളിച്ചിട്ട് ഏട്ടനാണല്ലോ ഫോൺ എടുത്ത്. അയ്യോ, അത് വലിയ ഗതികേടായി. അച്ചു വിളിച്ചതിന്റെ പിന്നാലെ ഏട്ടൻ മുറി കയറി വന്നു. ആ സെൽഫോണും പിടിച്ചെടുത്തോണ്ട് പുള്ളി അങ്ങ് പോയി. അത് എന്നോടൊന്ന് പറയണ്ടേ? പറഞ്ഞിട്ടെന്താ കാര്യം? ഇനിയോ തിരിച്ചു തരുമോ? ഒരു സാധ്യതയില്ല. കഷ്ടമായല്ലോ. അല്ല, ഇന്ന് ഗോപി കോളേജിൽ പോകുന്നില്ലേ? പോണം, അവസാനത്തെ ക്ലാസ്സുകളാ. സ്റ്റഡി ലീവ് തുടങ്ങല്ലേ. ഞാനിവിടെ വരട്ടെ? അയ്യോ, ആ പ്രദേശത്തെങ്ങും കണ്ടുപോകരുത്. ഓ ശരി ശരി. എനിക്ക് ഇറങ്ങാൻ നേരായി, ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. ഞാനായിട്ട് തടസ്സമൊന്നും ഉണ്ടാക്കുന്നില്ല. ബൈ ബൈ. കണ്ടല്ലോ, ഒത്തിരി സംസാരിച്ചു, കുറെ കറങ്ങി. ഇപ്പൊ പഴയ സുറുമേ അല്ല, അവൾ ആകെ മാറി. നീ എന്റെ കാര്യം വല്ലതും തിരക്കോ? ഛേ, ഞാൻ എന്തിനാ സുറുമിയോട് നിന്റെ കാര്യം തിരക്കുന്നത്? ആ മോഹം തന്നെ ശരിയല്ല. അയ്യേ, അതല്ല മധു. ഇന്നലെ ഒരു കാര്യം സുറുമയോട് ചോദിച്ചറിഞ്ഞു വരാന്ന് മധു തന്നെയല്ലേ പറഞ്ഞത്? മധു ഇത് മറന്നോ? ഞാനങ്ങനെ പറഞ്ഞോ? ഗോപികയുടെ കാര്യേ. ഓ, അതില് നീ കാര്യമായ പ്രതീക്ഷ ഒന്നും വെക്കണ്ടെന്ന് എന്റെ അഭിപ്രായം. ഇത് മധുവിന്റെ ഉപദേശമാണോ? ഹാ, അങ്ങനെ കരുതിയാലും തെറ്റില്ല. പെട്ടെന്നെന്താ മധു ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? നിങ്ങളൊക്കെ കൂടിയല്ലേ എന്നെ ഇത്രയും പ്രോത്സാഹിപ്പിച്ചത്? ആണോ? എങ്കിൽ അതേ ഞങ്ങൾ തന്നെ ഇത് നിർത്താനും പ്രോത്സാഹിപ്പിച്ചാൽ എന്താ? ഇനി അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മധു. അതെന്താ? എടാ മോനെ ശരത്തെ, എല്ലാ ബന്ധങ്ങൾക്കും ഒരു അവസാനമുണ്ട്.
ദാ ഇപ്പൊ നിന്റെ പ്രോഗ്രാം ഷട്ട് ഡൗൺ ചെയ്യേണ്ട സമയാ. അല്ലെങ്കിൽ നീ ഒത്തിരി വിഷമിക്കേണ്ടി വരും. സുറുമിയുടെ കാര്യത്തിൽ ആരെങ്കിലും നിന്നോട് ഇങ്ങനെ പറഞ്ഞ നീ കേട്ടിരിക്കോ? പിന്നെ കേട്ടിരിക്കാൻ മാത്രമല്ല, ചിലപ്പോ ഒരു ബിരിയാണിയും കൂടെ മേടിച്ചു കൊടുത്തു എന്ന് വരും. ശരത്തെ മോനെ, അതങ്ങ് വിട്ടുകള. ഗോപികയുമായിട്ടുള്ള നിന്റെ പ്രേമത്തിന്റെ ചാപ്റ്റർ അവസാനിച്ചു. നോ, ഗോപിക സ്വം മനസ്സാലെ വേറൊരാളെ കല്യാണം കഴിക്കാത്തിടത്തോളം കാലം അവൾ എന്റേതാ. വാശിയാണോ? വാശിയൊന്നുമല്ല. എനിക്ക് ഗോപിയെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല മധു. എങ്കിൽ അവളെ കൂടാതെ നീ ജീവിക്കാൻ പഠിക്കണം. പറ്റില്ലെന്നല്ലേ മധു പറഞ്ഞേ? എങ്കിൽ നീ അറിഞ്ഞോ, അവളിപ്പോ വേറൊരുത്തന്റെ ഭാര്യയാണ്. മധു എന്താ നീ പറഞ്ഞേ? അതിപ്പോ മധു പറഞ്ഞ സത്യാണോ? ആരെയാ ഗോപിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്? അത് ശരത്തെ, നീ വിഷമിക്കുകയോ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടുകയോ ചെയ്യരുത്. മധു പറയ് പ്ലീസ്. ആരെയാ? അവിനാഷിനെയാണോ? രഹസ്യമായിരുന്നു. സുറുമിക്ക് മാത്രമേ അറിയൂ. ഒരു കാരണവശാലും പുറത്തു പോകില്ലെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാ സുറുമി. ശരത്തെ, നീ വിഷമിക്കരുത്. മധു പ്ലീസ്, പ്ലീസ് ലീവ് മീ. എടി, ആൺകുട്ടികളുടെ സൈക്കോളജി നിനക്ക് അറിയാഞ്ഞിട്ടാ. ഇത്തരം വിവരങ്ങൾ കിട്ടിയ അവരത് വളരെ മോശമായിട്ട് തന്നെ ഉപയോഗിക്കും. പക്ഷേ മധുസാർ അത് പുറത്തു വിടില്ല. പുറത്തു വിടില്ലേ പിന്നെ? അയാൾ ഇത്രയ്ക്ക് നിർബന്ധം പിടിച്ച് വിവരം അറിഞ്ഞെന്തിനാ? അത് ശരത്ത് മാഷെ ചികിത്സിക്കാൻ. അസംബന്ധം. നീ ഇത് ആരോടാ പറയുന്നത്? ചെറിയൊരു ഷോക്ക് വന്നതിന് ഇത്ര ചികിത്സ എന്തിനാ? എന്നോട് അങ്ങനെ പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ ശരത്ത് മാഷിനെ എന്നും ഭ്രാന്തന്മാരുടെ സെല്ലിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ സഹതാപം കൊണ്ട് വീർപ്പുമുട്ടി നീ ആ സത്യം മുഴുവൻ കുമ്പസരിച്ചു. അതല്ലേ ഉണ്ടായത്? നീ ഒരു വിഡ്ഢിയാണെന്ന് തീർച്ചയുള്ളത് കൊണ്ട് മധു ഉപയോഗിച്ച തന്ത്രം ഇത്. നിനക്കറിയോ, 2 ദിവസം മുമ്പേ ശരത്തിനെ ക്ലിനിക്കിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അയാൾക്ക് കാര്യമായ രോഗമൊന്നുമില്ല. അപ്പോ സത്യം ചോർത്താനാണോ മധുസാർ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? സംശയമുണ്ടോ? എന്നിട്ട് വേണമല്ലോ അവർക്ക് കല്യാണം തകർക്കാൻ. അതിന് സാധിക്കോ? എടി, ഇപ്പോഴും നമ്മളത് രഹസ്യമായിട്ട് വെച്ചതിന്റെ കാരണം എന്താ? മറ്റുള്ളവരറിഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് തന്നെ. ശരിയല്ലേ? അവിനാശും ഗോപിയും കല്യാണം കഴിച്ചു ജയമോഹൻ സാർ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താകുമെന്ന് നിനക്കറിയാലോ. എന്റെ പടച്ചോനെ, എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. എങ്കിലത് അനുഭവിക്കാൻ കൂടി തയ്യാറായിക്കോ. നീ കാരണം ആ ഗോപി ഇനി ഒത്തിരി കഷ്ടപ്പെടും. എന്തായാലും മോശമായിപ്പോയി. കാമുകനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കൂട്ടുകാരി എഴുതി തള്ളിയില്ലേ? കഷ്ടം. ചേച്ചി, അങ്ങനൊന്നും പറയല്ലേ. ഞാനൊന്നും അറിഞ്ഞോണ്ടല്ല. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് വൈകിപ്പോയി.
ഒരു കൂട്ടുകാരി. ഹലോ, മോളെ, ഞാനാ സുറുമി. എന്തു വേണം? നിന്നോട് ഞാൻ വലിയ തെറ്റ് ചെയ്തു. എന്നോട് ക്ഷമിക്കണം. ഫോൺ വെച്ചിട്ട് പോടി. നീ എന്നോട് വഴക്കാണോ? തൽക്കാലം അതെ. ഏട്ടൻ വരുന്നതിന് മുമ്പ് എനിക്ക് അച്ഛനെ വിളിക്കേണ്ടതാ. അപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? നിന്നോടല്ലേ പറഞ്ഞത് ഫോൺ വെച്ചിട്ട് പോ. ഓ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓ, ഹലോ. പുതിയ ഫോൺ എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം. പക്ഷെ എപ്പോഴാ പോലീസിന്റെ കയ്യിൽ എത്തിപ്പെടുന്നെന്ന് പറയാനൊക്കില്ല. അയ്യോ, ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ നിന്റെ ഏട്ടൻ ജോലി രാജിവെച്ച് മൊബൈൽ ഫോൺ കച്ചവടം തുടങ്ങും. പിന്നെ ഇതുകൊണ്ടേ കളയരുത്. ഇല്ല. ആ പിന്നെ ഫോൺ തരാൻ വന്നപ്പോ അച്ഛന് പുതിയൊരു ചങ്ങാതിയെ കിട്ടിയല്ലേ, ക്ലാര. അയ്യോ, ക്ലാര അല്ലത്, പാര. അവളെ പേടിച്ച് മൊബൈൽ ഫോൺ വരെ ഓഫ് ചെയ്തിട്ടാ ഞാൻ ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്. അവളെനിക്കും പാര തന്നെയാ. പക്ഷേ തൽക്കാലം സഹിക്കല്ലാതെ മറ്റു വഴികളില്ല. അതിരിക്കട്ടെ, അവിടെ ശരത്തിന്റെ വക ന്യൂക്ലിയർ പാരവല്ലോ ഉണ്ടായോ? ഇതുവരെ അനക്കില്ല. പക്ഷെ ഏത് നിമിഷവും അതുണ്ടാവാം. ഞാൻ വിജിലന്റാ. എന്തായാലും ശരത്തിന്റെ മുന്നിൽ ഒരു കാരണവശാലും ചെന്ന് പെടാതെ നോക്കുക. അവനെ ഒഴിവാക്കുക. അതെന്താടാ അങ്ങനെ? ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ? അമ്മ എന്താ പറഞ്ഞത്? അല്ല, ശരത്തിനെ ഒഴിവാക്കണമെന്ന് നീ ആരോട് പറയുന്ന കേട്ടു? എന്താ കാരണം എന്നറിയാനേ? അതോ, അത് അമ്മ തെറ്റിദ്ധരിച്ചതാ. നമ്മുടെ ശരത്തിന്റെ കാര്യമല്ല, ഓഫീസിലെ എഡിറ്ററുടെ കാര്യമോ പറഞ്ഞത്. അങ്ങനെ ഒരാൾ ഓഫീസിലുണ്ടോ? ഞാൻ ഇതേവരെ കേട്ടിട്ടില്ലല്ലോ. എങ്കി ഇപ്പൊ കേട്ടോ, എന്താ പോരെ? ഓ, എന്തായാലും നീ ശരത്തിനെ ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി അന്വേഷിക്കണം കേട്ടോ. ഓ, ശരത്തേ, ശരത്തേ, എടാ ശരത്തേ, ശരത്തേ, ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? ശരത്തേ, എടാ ശരത്തേ, 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 ശരത്, ശരത്തേ, ശരത്തേ, ശരത്, എടാ ശരത്തേ, ശരത്തേ, ശരത്തേ. എന്തിനാണ് ഇങ്ങനെ തൊണ്ടകരി മനുഷ്യന്റെ മനസ്സമാനം കളയുന്നത്? എടാ മധു, നീ ശരത്തിനെ കണ്ടോ? പിന്നെ വൈകിട്ട് ഞാൻ അവനോട്ട് സംസാരിച്ചല്ലേ. നീ എന്താ അവനോട് പറഞ്ഞേ? ഗോപികയുടെ കല്യാണം കഴിഞ്ഞു. കർത്താവേ, അപ്പൊ അതാണ് കാര്യം. ഏത്? എടാ, അവനെ കാണാനില്ലടാ. കാണാനില്ലെന്നാ? ആ, ഞാനിവിടെ എല്ലായിടത്തും നോക്കിയതാ. നമുക്കൊന്നുകൂടെ നോക്കാം. എന്നാത്തിന്? അവൻ ഇവിടെ ഇല്ല, എനിക്ക് ഉറപ്പാ. പിന്നെ അവൻ എവിടെ പോയെന്നാ നീ പറയുന്നത്? മിക്കവാറും വല്ല കടുങ്കയും ചെയ്യാൻ പോയതായിരിക്കോ? ഗുരുവായൂരപ്പ, ചതിച്ചോ? വാ, നമുക്ക് റോട്ടിലൊക്കെ ഒന്ന് അന്വേഷിക്കാം. റോഡില്? അല്ല,
തീവണ്ടി പാളത്തിലും. നീ വന്നേ. ഹലോ, ഗോപിക, ഞാൻ മധുവാണ്. എന്തേ രാത്രിയില്? ശരത്ത് ഇന്ന് കുട്ടിയെ വിളിക്കാൻ പറ്റുണ്ടായോ? ഇല്ലല്ലോ, എന്താ കാര്യം? അതെനിക്കൊരു അബദ്ധം പറ്റി. ഗോപികയുടെ കല്യാണം കഴിഞ്ഞെന്ന് ഞാൻ അവനോട് പറഞ്ഞു പോയി. എന്തൊരു ചതിയാ നിങ്ങൾ ഈ ചെയ്തത്? ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റിപ്പോയി. എങ്ങോട്ടാ പോയെന്നറിയോ? ഇല്ല, ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. അവൻ വിളിക്കാൻ മറ്റേ ചെയ്താ ഒന്നറിയിക്കണം. ശരി. ജിമ്മി, നീ ഇറങ്ങുമ്പോ ലൈറ്റ് മുഴുവൻ ഓഫാക്കിയല്ലേ? കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് ഞാൻ കടം മേടിച്ചടച്ചത്, പിന്നെ ഓഫ് ചെയ്യാതിരിക്കോ? പിന്നാരെ ഈ ലൈറ്റ് ഇട്ടത്? അത് ശരിയാണല്ലോ. വാ, നമുക്ക് നോക്കാം. എടാ, താക്കോല് കാണുന്നില്ലല്ലോ. അകത്താളുണ്ടോ നോക്ക്. കൊണ്ടാറടങ്ങാൻ വല്ല വണ്ടിക്കും പോയി തലവച്ചു ഞങ്ങൾ കരുതിയത്. നീ എവിടെ ആയിരുന്നടാ? ഒന്ന് പറഞ്ഞിട്ട് പോകായിരുന്നില്ലേ? നിന്നെ തപ്പാൻ ടൗണിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല, അറിയോ? നീ എവിടായിരുന്നു? വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയടാ. ഇത് അവിനാശിന്റെ അമ്മയ്ക്ക് എഴുതിയ കത്ത. ഓ, ഊമക്കത്ത്. കയ്യക്ഷരം കണ്ട ആളെ പൊക്കായിരിക്കാൻ DTP ചെയ്തതാ. നീ വലിയ സൂത്രശാലി തന്നെ. എടാ മധു, നീ ഒന്ന് വായിച്ചേ. ആ, ഡോക്ടർ അപർണ, നിങ്ങളുടെ നന്മയെ കരുതി ഒരു രഹസ്യം അറിയിക്കുവാനാണ് ഈ കത്ത്. നിങ്ങളുടെ മകൻ അവിനാശ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പക്ഷെ അതാണ് സത്യം. നിങ്ങൾ പോലും അറിയാതെ ഗോപിക എന്ന പെൺകുട്ടിയുമായി അവൻ രഹസ്യമായി കല്യാണം കഴിച്ചു. പക്ഷേ അവർ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അത് സംഭവിക്കുന്നതിന് മുമ്പ് തടയുവാൻ വേണ്ടിയാണ് ഈ താക്കീത്. സൂക്ഷിക്കുക എന്ന് ഒരു അഭ്യുദയകാംക്ഷി. ഇവിടെ വന്നിട്ട് ഇപ്പോഴാ അമ്മയുടെ ബലം പിടുത്തമെന്ന് പറഞ്ഞത്. മോൻ മനസ്സ് വെച്ചാ അമ്മ റിലാക്സ്ഡ് ആകുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത് ശരി, അമ്മയുടെ മസിൽ പിടുത്തത്തിന് കാരണക്കാരൻ ഞാനാണെന്നാ പറഞ്ഞു വരുന്നത്. നോ ഡൗട്ട്. എന്റെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും എല്ലാം കാരണം എന്റെ മോൻ തന്നെയാണ്. ഓ, അതൊരു പ്രശംസയാണോ നിന്നയാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. മോനെ, ഈ തിരുവനന്തപുരം സിറ്റിയിൽ വരുമ്പോൾ നീ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. എങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഈ സിറ്റി നിനക്ക് നല്ല സൗഹൃദങ്ങൾ തേടിത്തരുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ അത് നിഷേധിച്ചു. ഈ നഗരം നിനക്കെന്തോ വ്യത്യസ്തമായ ഒരു അനുഭവം കാത്തുവച്ചിരിക്കുന്നു എന്നാണ് നീ പറഞ്ഞത്. യെസ്, വ്യക്തികളും ബന്ധങ്ങളും അല്ലാത്ത മറ്റെന്തോ.
എ കൈൻഡ് ഓഫ് ന്യൂ എക്സ്പീരിയൻസ്. ഇപ്പോഴും അതെന്താണെന്ന് പറയാനുള്ള കഴിവ് എനിക്കില്ല. എനിക്കത് ഊഹിക്കാനും പറ്റുന്നില്ല. ചിലപ്പോ ഇവിടെ വെച്ച് നീ കല്യാണം കഴിക്കുന്നായിരിക്കും. ഏയ്, അതൊന്നുമല്ല. മറ്റെന്തോ. നിന്നെയും കാത്തിരിക്കുന്ന വേറെയും നല്ല നല്ല അനുഭവങ്ങളുണ്ട്. അതിലൊരെണ്ണം ഇന്ന് തന്നെ ഞാൻ നിന്നോട് പറയുന്നുണ്ട്. അതെന്താ? പറയാം, വീട്ടിലെത്തട്ടെ. എങ്കി വാ, പോവാം. ഹാ, നേരെ വീട്ടിലേക്കോ? എന്തായാലും അത് പറ്റില്ല. ആദ്യം ഷാങ്കർലയില് നിന്റെ വക ഒരു ട്രീറ്റ്, അത് കഴിഞ്ഞ് വീട്ടില് എന്റെ ട്രീറ്റ്. ഓക്കെ ഓക്കെ, എഗ്രീഡ്. വാ. അതെ, മാഡം മെഡിറ്റേഷനിലാണോ? നിനക്ക് എന്താ വേണ്ടത്? ഇന്നെന്തോ നല്ല കാര്യം എന്നോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട്. അതിപ്പോ കേൾക്കാനുള്ള മൂഡിലാണോ നീ? പിന്നെ ഇത്രയും നല്ലൊരു മൂഡ് ഇന്നേ വരെ എനിക്കുണ്ടായിട്ടില്ല. എങ്കി പിന്നെ പറഞ്ഞേക്കാം. എന്നാ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനൊരു പോയറ്റിനെ പരിചയപ്പെട്ടു. പേര് നമിത. ശരിക്കും കവിത എഴുതുന്ന പോയിട്ടാ? അതേന്ന്, പോയറ്റ് മോഡേൺ ജനറേഷനിലെ പോയറ്റ് തന്നെയാ. കക്ഷിയുടെ ജോലി എന്താന്ന് കേൾക്കണോ? എന്താ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ബാംഗ്ലൂരാ. അടുക്കള കവിയോ, പൈങ്കിളി കവിയോ, അതോ സോഫ്റ്റ്വെയർ കവിയോ? കളിയാക്കണ്ട. നിന്റെ ഭാഷയിൽ ഇതൊരു ഇടിവെട്ട് ക്യാരക്ടറാ. നീ ഒന്ന് പരിചയപ്പെടേണ്ട കക്ഷിയാ. അതെന്തിന്? കവിത ഞാനും തമ്മിൽ എന്തോന്ന് ബന്ധം? ചിലപ്പോ ഈ പരിചയം നിന്റെ വർക്കിന് പുതിയൊരു ഡയറക്ഷൻ തന്നേക്കും. നെവർ. ഒരിക്കലും അതുണ്ടാവില്ല. എന്റെ വർക്ക് എന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാ. ഞാൻ പരിചയപ്പെടുന്ന വ്യക്തികളുടെ അഭിപ്രായങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. അതെന്തോ ആയിക്കോട്ടെ. നമിതയ്ക്ക് പക്ഷേ നിന്നെ പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പെട്ടെന്ന് ഏത് സ്വർഗത്തിൽ നിന്നാ ഈ നമിത അമ്മയുടെ മുമ്പിലേക്ക് പൊട്ടി വീണത്? അതോ, അതല്ലേ തമാശ. ചില വില പിടിച്ച മുത്തുക്കൾ നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിലും നമ്മൾ കാണാറില്ലെന്ന് പറയാറില്ലേ, അതുപോലെയാ ഇതും. നമ്മുടെ ഹോസ്പിറ്റലിന്റെ MD മേനോന്റെ പെങ്ങളുടെ മകളാണ് ഈ നമിത. ഓഹോ, അത് ശരി. അപ്പോ നീ റെഡിയാണല്ലോ അല്ലേ എന്തിന്? നമിതയൊന്ന് പരിചയപ്പെടാൻ? തീർച്ചയായും അല്ല. അതെന്താ? ഞാൻ എന്തിനീ നമിതയെ പരിചയപ്പെടണം? ഭാവിയിൽ കല്യാണം കഴിപ്പിക്കാനാണോ അമ്മയുടെ ഈ നീക്കം? ഐ ആം സോറി അപർണ മാഡം, ഞാനിതിനില്ല. നീ എന്നെ വിഷമിപ്പിക്കുക. തീർച്ചയായും ഇക്കാര്യത്തിൽ എനിക്ക് അമ്മയെ വേദനിപ്പിക്കേണ്ടി വരും. സോറി. അച്ചു, ഈശ്വര, എങ്ങനെ അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക? അവിനാശ് പറഞ്ഞൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ടെന്നേ. നമിതമായി ഒന്ന് പരിചയപ്പെട്ടാൽ തന്നെ അയാളുടെ നിലപാട് മാറിക്കോളും. പക്ഷേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും അവന് വേണ്ടേ? അപർണ നിരാശപ്പെടുന്നു വേണ്ടെന്നേ. നമിത വളരെ കാഷ്വൽ നേച്ചറായുള്ളൊരു കുട്ടിയാണ്. ഇത്തരം കാര്യങ്ങളെ രസകരമായിട്ട് ഡീൽ ചെയ്യാൻ അവക്കറിയാം. അപർണ ഒരു കാര്യം ചെയ്യേ, ഈ അടുത്ത ദിവസം തന്നെ അവിനാശിനെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കേ. നമിതയും വരും. വളരെ കാഷ്വലായിട്ട് അവരൊന്ന് പരിചയപ്പെട്ട് സംസാരിക്കട്ടെ. എന്താ? ഞാൻ പറഞ്ഞു നോക്കാം. എനിക്ക് തോന്നുന്നത് ഈ കുഴപ്പത്തിനെല്ലാം കാരണം അപർണ ഇതെല്ലാം വളരെ സീരിയസ് ആയും ഒഫീഷ്യലായും കാണുന്നുണ്ടാണെന്നാ. ഞാനല്ല, അച്ചുവാണ് അങ്ങനെ. അത്രയ്ക്കൊന്നും സോഷ്യലൈസ് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. നമ്മുടെ പാർട്ടികളിൽ പോലും അവിനാശിനെ കാണാറില്ല. പിന്നെങ്ങനെയാ? ഞാൻ നിർബന്ധിക്കാഞ്ഞിട്ടല്ല. അറിയാം, ആൺകുട്ടികൾ പൊതുവെ അങ്ങനെയാ. അമ്മമാരെ എളുപ്പത്തിൽ എഴുതിത്തള്ളും. അപർണയുടെ സ്ഥാനത്ത് അച്ഛനായിരുന്നെങ്കിൽ അവനിങ്ങനെ ഈസി ആയിട്ട് റിജക്റ്റ് ചെയ്യില്ലായിരുന്നു. ശരിയായിരിക്കാം, പക്ഷേ ഞാനും അവനെ ഒന്നിനും നിർബന്ധിക്കാറില്ലായിരുന്നു. എനിവേ, നിരാശപ്പെടേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ നമുക്കൊന്നുകൂടെ ശ്രമിച്ചു നോക്കാം. എന്താ? ശരി. ഡോക്ടർ, ഒരു കൊറിയർ ഉണ്ട്.
ഡോക്ടർ അപർണ, നിങ്ങളുടെ നന്മയെ കരുതി ഒരു രഹസ്യം അറിയിക്കാനാണ് ഈ കത്ത്. നിങ്ങളുടെ മകൻ അവിനാശ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. പക്ഷെ അതാണ് സത്യം. നിങ്ങൾ പോലും അറിയാതെ ഗോപിക എന്ന പെൺകുട്ടിയുമായി അവൻ രഹസ്യമായി കല്യാണം കഴിച്ചു. പക്ഷെ അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. അത് സംഭവിക്കുന്നതിന് മുൻപ് തടയുവാൻ വേണ്ടിയാണ് ഈ താക്കീത്. സൂക്ഷിക്കുക എന്നൊരു അഭ്യർത്ഥന.